ഋതുരാജ് ഗൈക്വാഡ് ഇന്ന് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ആ താലം കൈമാറുക. ആ ക്യാപ്റ്റൻസിയിലെ താലം നോക്കുവാണെങ്കിൽ MS ധോണിക്ക് അല്ലെങ്കിൽ സഞ്ജു സാംസന് കൈമാറുക. അല്ലെങ്കിൽ ഗൈക്വാഡ് ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലോട്ടൊക്കെ തിരിച്ചു വരുമോ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള ഒരു പരിപാടിയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നോക്കുവാണെങ്കിൽ ഇഞ്ചുറിയുടെ കാരണം പറഞ്ഞ് ഋതുരാജ് ഗൈക്വാഡ് എസ്കേപ്പ് ആയി. ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ എക്സ്പോസ് ആയില്ല. ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ ഗൈക്വാഡിന്റെ ക്യാപ്റ്റൻസി ഏകദേശം 3 കളിയിലായപ്പോഴത്തേനും എക്സ്പോസ് ആയി. MS ധോണി നോക്കുവാണെങ്കിൽ ഫീൽഡിനകത്ത് ഇല്ലാന്താൻ. ഒന്നി CSK മാനേജ്മെന്റ് ചെയ്യേണ്ടത് ഗൈക്വാഡിന്റെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻസി എടുത്തിട്ട് സഞ്ജു സാംസന്റെ കയ്യിലോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് MS ധോണിയെ കൊണ്ടുവന്ന് ആ വിക്കറ്റ് കീപ്പിങ്ങിന്റെ പുറകിൽ നിർത്തുക. ഗൈക്വാഡിൽ നോക്കുവാണെങ്കിൽ അല്പമെങ്കിലും ആശ്വാസം കിട്ടും. ഗൈക്വാഡിനെ കൊണ്ട് കൂട്ടിയ കൂടത്തിലെന്നാണ് ഈ 3 കളിയിലെ പ്രകടനം കാണുമ്പോഴത്തേന് മനസ്സിലാവുന്നത്. ഇന്നത്തെ കളിയിൽ ഒരു 200 210 റൺസിന് CSK പിടിച്ചു കെട്ടാനുള്ള എല്ലാ അവസരവും ഗൈക്വാഡിന്റെ കയ്യിലുണ്ടായിരുന്നു, CSKയുടെ ബോളർമാരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ക്യാപ്റ്റൻസി ഇത്രയും മോശമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി, ഇത്രയും മോശമായിട്ടുള്ള ബോളിംഗ് റൊട്ടേഷൻ, ഇത്ര മോശമായിട്ടുള്ള ഒരു ഫീൽഡിംഗ് പ്ലേസ്മെന്റ് ഈ ക്യാപ്റ്റന്റെ കയ്യിൽ മാത്രമേ കാണത്തുള്ളൂ. അത് ഗൈക്വാഡാണ്. ഇന്ന് ഗൈക്വാഡ് കാഴ്ചവെച്ച മണ്ടത്തരങ്ങളാണ് CSK പരാജയപ്പെടാനുള്ള മെയിൻ കാരണം. നോക്കുവാണെങ്കിൽ ഇന്നത്തെ ഒരു പിച്ച് നോക്കുവാണെങ്കിൽ സ്ലോയിഷ് ആയിട്ടുള്ള സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. വിരാട് കോഹ്ലി, ഫിലിപ്പ് സാൾട്ടൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ദേവത് പടിക്കൽ വന്ന് 14 ബോളിൽ നിന്ന് 16 റൺസ് എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അവിടെ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. 11 ഓവറിനകത്ത് 99 റൺസിൽ 2 വിക്കറ്റ് പോയ ഒരു ടീമാണ്. 11ാമത്തെ ഓവറിനകത്ത് ശിവൻ ദുബെ കൊണ്ടുവരുന്നു, ഒരു വിക്കറ്റ് എടുക്കുന്നു. ചക്ക വീണ് മുയൽ ചത്തു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. ചക്ക വീണു, മുയൽ ചത്തു, ഫിലിപ്പ് സാൾട്ടിന്റെ വിക്കറ്റ് അവിടെ കിട്ടി. ഓക്കെ, ഒരു ഓവർ കൊടുത്തു, അതിനകത്ത് അഡ്വാൻറ്റേജ് കിട്ടി, ഒരു വിക്കറ്റ് എടുത്തു തന്നു ശിവൻ ദുബെ. അല്ല, ശിവൻ ദുബയെ കൊണ്ട് 4 ഓവർ എറിയിപ്പിക്കണം ഗൈക്വാദിന്. ഋതുരാജ് എന്തോ ചെയ്ത് 13ാമത്തെ ഓവർ നോക്കുകയാണെങ്കിൽ ശിവൻ ദുബയ്ക്ക് പിന്നെയും കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്നു. മോനെ, നീ 1 ഓവർ എറിഞ്ഞാൽ പോരാ, 4 ഓവർ എറിയണം, ഞങ്ങളെ ഈ കളി ജയിപ്പിക്കണം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എക്സ്പോസ് ആയ ഒരു ബോളറാണ് ശിവൻ ദുബെ. അതും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഹൈ സ്കോറിംഗ് വരുന്ന മാച്ചിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചിൽ, 3ാമത്തെ മത്സരമാണ്, 2 കളി തോറ്റ് നിൽക്കുന്ന ഒരു ടീമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ ശിവൻ ദുബെ 13ാമത്തെ ഓവറിൽ വഴങ്ങുന്നത് 23 റൺസാണ്. എല്ലാ മൂവ്മെന്റും നോക്കുവാണെങ്കിലും RCBക്ക് അവിടെ തിരിച്ചു കിട്ടുന്നു. അവിടെ നോക്കുവാണെങ്കിൽ ഓട്ടനെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിരുന്നു. ഓട്ടന് കൊടുക്കുന്നത് കേവലം 2 ഓവറാണ്. 15 ഓവറിനകത്തേക്ക് ഓട്ടന് കൊടുക്കുന്നത് 2 ഓവറാണ്. ഓട്ടനെ കൊണ്ടുവരുന്ന 2ാമത്തെ ഓവർ എന്ന് പറഞ്ഞാൽ 15ാമത്തെ ഓവറിലാണ്. അവിടെ വന്നിട്ട് ഓട്ടൻ വിക്കറ്റും എടുത്തു. ദേവത് പടിക്കലിന്റെ വിക്കറ്റ് അവിടെ എടുത്തു. ഓട്ടൻ നോക്കുവാണെങ്കിൽ ഓവർ കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നു. 19ാമത്തെ ഓവർ ഓട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയ അല്ല. യോക്കർ എറിയാൻ അറിയത്തില്ല. ഹാർഡ് ലെങ്ത്, ഗുഡ് ലെങ്ത് ഡെലിവറിയാണ് കൂടുതലായിട്ട് അവിടെ എറിയുന്നത്. സോ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ബൗൺസ് കിട്ടുന്ന ഒരു പിച്ചിൽ എക്സ്ട്രാ ഒരു ബൗൺസ് കിട്ടുന്നുണ്ടായിരുന്നു, സ്പോഞ്ചി ആയിട്ടുള്ള ബൗൺസ് ഉണ്ടായിരുന്നു. അവിടെ മിഡിൽ ഓർഡറിനകത്ത് ഓട്ടനെ കൊണ്ടുവന്ന് ഓവർ തീർക്കേണ്ടതിന് പകരം ഓട്ടന് 19ാമത്തെ ഓവർ കൊടുക്കുന്നു. റൗണ്ട് ദ വിക്കറ്റിൽ പോയിട്ട് ഓട്ടൻ ഷോർട്ട് പിച്ച് ഡെലിവറി എറിയുക. ആർക്കെതിരെ? ടിം ഡേവിഡിനെതിരെ. നല്ല ഹൈറ്റ് ഉള്ള, ഹാൻഡ് പവർ ഉള്ള ടിം ഡേവിഡിനെതിരെ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ പോയിട്ട് വൈഡ് യോക്കർ എറിയാനായിരുന്നു പ്ലാൻ. പക്ഷേ ഷോർട്ട് പിച്ച് ഡെലിവറി എറിഞ്ഞുകൊണ്ടേയിരിക്കും. 30 റൺസ് ആ ഓവറിനകത്ത് എടുത്ത, 30 റൺസ് എടുത്തു ആ ഓവറിനകത്ത്. അവിടെ ഖലീൽ അഹമ്മദിനെയോ കമ്പോജിനെയോ മാറ്റി വെക്കേണ്ട സ്ഥാനത്ത് 19ാമത്തെ ഓവർ ഓട്ടന് കൊടുക്കുന്നു. ഓട്ടന് കൊടുക്കണമായിരുന്നെങ്കിൽ 13ാമത്തെ ഓവർ കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ 15ാമത്തെ ഓവർ കൊടുക്കണമായിരുന്നു. അവിടെ 4 ഓവർ മാക്സിമം ഓട്ടൻ്റെ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിരുന്നു. അവിടെ ഓട്ടനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. 19ാമത്തെ ഓവറിൽ ഓട്ടനെ അടി വാങ്ങിച്ചു കൂട്ടുന്നു. അടി വാങ്ങിച്ചു കൂട്ടിയതല്ല, ഋതുരാജ് ഗൈക്വാഡ് ഒരു ക്യാപ്റ്റനാണ്. ഓട്ടൻ അത്ര അടി വാങ്ങിച്ചു കൂട്ടിയപ്പോഴത്തേനും ഓട്ടൻ്റെ അടുത്തോട്ട് ചെന്നിട്ട്, മോനെ, നീ വൈഡ് യോക്കർ എറിയണ്ട, റൗണ്ട് ദ വിക്കറ്റിൽ പോയിട്ട് വൈഡ് യോക്കർ എറിയണ്ട, ഓവർ ദ വിക്കറ്റിൽ പോയിട്ട് നിന്റെ ലൈനിൽ തന്നെ നീ ബോൾ ചെയ്യാമെന്ന് പറയാമായിരുന്നു. പക്ഷെ അടുത്തോട്ട് പോലും പോകുന്നതായിട്ട് കണ്ടില്ല. തലയ്ക്ക് കൈയും കൊടുത്തിട്ട് നിൽക്കുന്നുണ്ട്. ക്യാപ്റ്റനാണ്, സ്വന്തം ബോളർ അടി കൊള്ളുവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരത്തിൽ, ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഹൈ സ്കോറിംഗ് മാച്ച് തടയേണ്ട ഒരു മത്സരത്തിൽ 250 റൺസ് വഴങ്ങുവാണ്. RCBയുടെ നോക്കുവാണെങ്കിൽ ഏറ്റവും ഉയർന്ന സ്കോറാണ് CSKക്കെതിരെ 250 റൺസ്. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന സ്കോർ RCB അവിടെ നേടിയതല്ല, ഋതുരാജ് ഗൈക്വാഡിന്റെ റോങ് ക്യാപ്റ്റൻസി കൊണ്ട് കൊടുത്തതാണ്. പിന്നെ നൂർ അഹമ്മദിനെ നോക്കുവാണെങ്കിൽ സ്പിൻ ഹിറ്റിംഗ് മിഷനാണ്. രച്ചിത് പട്ടിദാർ ടിം ഡേവിഡിന്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കും. അവസാനത്തെ 2 ഓവറിൽ നൂർ അഹമ്മദ് വഴങ്ങുന്നത് 37 റൺസാണ്. ടിം ഡേവിഡ് നോക്കുവാണെങ്കിൽ ബാക്ക് ടു ബാക്ക് 3 6 അടിച്ചു. ടിം ഡേവിഡ് നോക്കുവാണെങ്കിൽ തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. നൂർ അഹമ്മദിനെ കയ്യിലോട്ട് കിട്ടി 3 6 അടിച്ച് ടിം ഡേവിഡ് അവിടെ തുടങ്ങി വെച്ചു. രച്ചിത് പട്ടിദാർ സ്പിന്നർമാർക്കെതിരെ നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ, സ്പിൻ ഹിറ്റിംഗ് മിഷനായ രച്ചിത് പട്ടിദാറിന്റെ കയ്യിലോട്ട് നൂർ അഹമ്മദിനെ ഇട്ട് കൊടുക്കുന്നു, അടി വാങ്ങിച്ചു കൂട്ടുന്നു. 37 റൺസാണ് നൂർ അഹമ്മദ് വഴങ്ങിയത്. ഒറ്റ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. അവസാനത്തെ 5 ഓവറിനകത്ത് CSK വഴങ്ങുന്നത് 97 റൺസാണ്. ഒറ്റ വിക്കറ്റ് പോയിട്ടില്ല അവിടെ. രച്ചിത് പട്ടിദാറും ടിം ഡേവിഡും കൂടെ ചേർന്ന് അവസാനത്തെ 5 ഓവറിനകത്ത് എടുക്കുന്നത് 97 റൺസാണ്. നൂർ അഹമ്മദിനെ പവർ പ്ലേക്കകത്ത് കൊണ്ടുവന്നിട്ട്
ഫിലിപ്പ് സാൾട്ടിന്റെ വിക്കറ്റ് എടുക്കാൻ ശ്രമിക്കാമായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാർ നോക്കുവാണെങ്കിൽ ഒരു മാച്ചപ്പ് ഉണ്ട് ഫിലിപ്പ് സാൾട്ടുമായിട്ട്, അവിടെ കൊണ്ടുവന്നിട്ട് വിക്കറ്റ് എടുക്കാൻ ശ്രമിക്കാമായിരുന്നു. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പവർ പ്ലേക്കകത്ത് കുറച്ചുകൂടെ മുമ്പേ എടുക്കാൻ ശ്രമിക്കാമായിരുന്നു. നൂർ അഹമ്മദിനെ കൊണ്ടുവരുന്നില്ല, ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറ്റി വെച്ചേക്കുവാണ്. 2 ഓവറിനകത്ത് വഴങ്ങുന്ന അവസാനത്തെ 2 ഓവറിൽ വഴങ്ങുന്ന 37 റൺസാണ് നൂർ അഹമ്മദ്. പ്രശാന്ത് വീറിന്റെ റോൾ എന്താണ് ഈ ടീമിൽ? ഇന്ന് വന്നിട്ട് ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഓക്കെ, പ്രശാന്ത് വീർ വന്നിട്ട് ബോളിംഗ് ഓൾറൗണ്ടറാണ്. ഒറ്റ ഒരു ഓവർ ഇന്നും കൊടുത്തിട്ടില്ല, ഒറ്റ ഒരു ഓവർ. ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആയിരുന്നല്ലോ. പ്രശാന്ത് വീറിനെ പവർ പ്ലേക്കകത്ത് യൂട്ടിലൈസ് ചെയ്തുകൂടായിരുന്നു. CSKയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓവർ ആയിരുന്നു. അവിടെ ഖലീൽ അഹമ്മദിന് നോക്കുവാണെങ്കിൽ 2 ഓവർ കൊടുത്താൽ മതിയായിരുന്നു. 3 ഓവർ കൊടുക്കുന്നു ഖലീൽ അഹമ്മദിന്. മേ ബി അവിടെ ഒരു മാച്ചപ്പ് ഉണ്ടായിരുന്നു ദേവത് പടിക്കലുമായിട്ടുള്ളത്. പക്ഷെ ആ മാച്ചപ്പും വർക്കായില്ല. ദേവത് പടിക്കലിന്റെ വിക്കറ്റ് തൊട്ട് ഖലീൽ അഹമ്മദിന് നേടാനും കഴിഞ്ഞില്ല. സോ റോങ് ആയിട്ടുള്ള ബോളിംഗ് റൊട്ടേഷൻ. അതുപോലെ തന്നെ ഇവരുടെ ബോർഡർമാര് സ്ലോ ബൗൺസ് എറിയുമ്പോഴത്തേന് 30 യാർഡ് സർക്കിളിനകത്ത് ഫീൽഡർമാരെ പ്ലേസ് ചെയ്യുന്നു. ബൗണ്ടറിക്കകത്ത് നോക്കുവാണെങ്കിൽ ഒറ്റ ഫീൽഡർമാരില്ല. ബൗണ്ടറി കാലിയായിട്ട് കിടക്കുമായിരുന്നു. എല്ലാ ഫീൽഡർമാരും 30 യാർഡ് സർക്കിളിനകത്ത് കൊണ്ടുവരുന്നു, അടി വാങ്ങിച്ചു കൂട്ടുന്നു. അത്രയ്ക്ക് മോശം ക്യാപ്റ്റൻസി ആയിരുന്നു ഋതുരാജ് ഗൈക്വാഡിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ക്യാപ്റ്റൻ ആണെന്ന് തോന്നിയതേ ഇല്ല. സഞ്ജു സാംസൺ നോക്കുവാണെങ്കിൽ ബോർഡർമാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിട്ട് കാണും. നൂർ അഹമ്മദ് ഒരു ചെറിയ പയ്യനാണ്. അവനെ ഹാർട്രിക്ക് 3 6 അടിച്ചപ്പോഴത്തേന് ക്യാപ്റ്റൻ എന്ന രീതിയിൽ അവന് പോയി കോൺഫിഡൻസ് കൊടുക്കുന്നതായിട്ട് കണ്ടില്ല. സോ എത്രയും പെട്ടെന്ന് നോക്കിക്കേ, ഇന്ന് ബാറ്റിങ് ഇത്രയും 250 റൺസിന്റെ ഒരു ചേസിന് വേണ്ടി ഇറങ്ങുമോ CSK? ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഋതുരാജ് ഗൈക്വാഡിന്റെ ബാറ്റിംഗ് എന്തായിരുന്നു? ഗൈഡ് ചെയ്ത് സ്ലിപ്പിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് കയറിപ്പോകുന്നു. 250 റൺസിന്റെ ചേസിന് വേണ്ടി ഇറങ്ങിയ ടീമിന്റെ ബാറ്റിംഗ് പ്രകടനം എന്തായിരുന്നു? ഈ ടീം സത്യം പറഞ്ഞ ഓപ്ഷനകത്ത് തന്നെ എക്സ്പോസ് ആയി. ഈ ടീമിനകത്ത് 2 ഫോറിൻ ബാറ്റ്സ്മാനാണുള്ളത്, ഡിവാൾ ബ്രേവിസും മാത്യു ഷോട്ടും. ഡിവാൾ ബ്രേവിസ് ഇഞ്ചുറി ആയിട്ട് പുറത്തിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് മാത്യു ഷോട്ടിനെ കളിപ്പിക്കാൻ കഴിയുന്നില്ല ടീമിനകത്ത്? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. മാത്യു ഷോട്ടിന് ഈ ടീമിനകത്ത് നോക്കുവാണെങ്കിൽ ഇടവില്ല. മാത്യു ഷോട്ടിനെ കളിപ്പിക്കുന്നുവെങ്കിൽ ഓപ്പണിങ്ങിനകത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്പർ 3ക്കകത്ത് കൊണ്ടുവരണം. നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഒരു ഇന്ത്യൻ ബാറ്റിംഗ് കോർ തന്നെ ഉണ്ട് ടോപ്പ് ഓർഡറിനകത്ത്. അവിടെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഉർവിൽ പട്ടേലും വെളിയിൽ ഇരിപ്പുണ്ട്. അവിടെ മാത്യു ഷോട്ട് എന്ന് പറഞ്ഞ ഒരു റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ പിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഒരു ഫിനിഷർ ഇന്നും നോക്കുവാണെങ്കിൽ ഇല്ല. ഇന്ന് ജെയ്മി ഓട്ടനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിനിഷർ ഇല്ല. കാർത്തിക് ശർമ്മയ്ക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് തൊട്ട് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ടോപ്പ് ഓർഡർ തകർന്നു വീഴുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ വിക്കറ്റ് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു. ജേക്കബ് ഡുഫിയുടെ ഹാർഡ് ലെങ്ത് ഡെലിവറിയിൽ ഗൈഡ് ചെയ്ത് സെയിം ഋതുരാജ് ഗൈക്വാഡ് എങ്ങനെയാണോ ഔട്ടായത് അതുപോലെ ഗൈഡ് ചെയ്ത് സ്ലിപ്പിന്റെ കയ്യിൽ ക്യാച്ച് കൊടുത്തിട്ട് സഞ്ജു സാംസൺ കയറി പോകുന്നു. 250 റൺസിന്റെ ചേസുമായിട്ട് ഇറങ്ങിയ ഒരു ടീമാണ് CSK. എന്തായിരുന്നു ഇവരുടെ പ്ലാൻ? എങ്ങനെയായിരുന്നു ഇവർ ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? സർഫാസ് ഖാന്റെ ക്യാമിയോയും പ്രശാന്ത് വീറിന്റെ ക്യാമിയോയും ജെയ്മി ഓട്ടന്റെ ക്യാമിയോയും കൂടെ ചേർന്നപ്പോൾ തന്നെ ഇവർ 200 റൺസ് എടുത്തു. അല്പം ഒരു സെൻസിബിൾ ആയിട്ട് ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഈ സ്കോർ ഇവർക്ക് ചേസ് ചെയ്യാൻ കഴിഞ്ഞു. വരുന്നവർക്കെല്ലാം അടിക്കണം, കയറി പോകണം. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ള രീതിയിലുള്ള ബാറ്റിംഗ് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പവർ പ്ലേക്കകത്ത് 3 ഓവറിനകത്ത് 2 വിക്കറ്റ് പോയ ഒരു ടീം എങ്ങനെ 250 റൺസ് ചേസ് ചെയ്യും? അതുപോലെ തന്നെ ശിവൻ ഡുബെ വരിക, 6 അടിക്കുക, കയറി പോവുക എന്നുള്ളൊരു മട്ടിൽ അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന സ്ഥാനത്ത് ശിവൻ ഡുബെ വന്നിട്ട് വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു. കാർത്തിക് ശർമ്മ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവന്നതാണ്. കാർത്തിക് ശർമ്മയ്ക്ക് ഇന്നും പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ സീസൺ എന്തുവാന്നുള്ളത് കാത്തിരുന്ന് കാണാം. അടുപ്പിച്ച് 3 കളി CSK പരാജയപ്പെടുന്നു. ഇനി ബോളിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ മാറ്റ് ഹെൻറിയുടെ റോൾ എന്താണ് ഈ ടീമിനകത്ത്? ഇന്ന് 3 ഓവറിനകത്ത് വഴങ്ങുന്നത് 36 റൺസാണ് മാറ്റ് ഹെൻറി വഴങ്ങുന്നത്. മാറ്റ് ഹെൻറിയെ മാറ്റി വെച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അഖിൽ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറെ കൊണ്ടുവന്നുകൂടാ? പവർ പ്ലേക്കകത്ത് ബോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ബോളറാണ് അഖിൽ ഹുസൈൻ. അഖിൽ ഹുസൈനെ ട്രൈ ചെയ്യാമായിരുന്നല്ലോ, കൊണ്ടുവരുന്നില്ല. മാറ്റ് ഹെൻറി നോക്കുവാണെങ്കിൽ ഈ കഴിഞ്ഞ 3 കളിയിലും മാറ്റ് ഹെൻറി നോക്കുവാണെങ്കിൽ അടി വാങ്ങിച്ചു കൂടുന്നുണ്ട്. ഇന്നും മാറ്റ് ഹെൻറി അടി വാങ്ങിച്ചു കൂടുന്നു, വിക്കറ്റ് എടുക്കാനേ കഴിയുന്നില്ല. അതുപോലെ തന്നെ നൂർ അഹമ്മദ് 4 ഓവറിനകത്ത് വഴങ്ങുന്ന 49 റൺസാണ്. മിഡിൽ ഓർഡറിനകത്ത് നൂർ അഹമ്മദ് വിക്കറ്റ് എടുക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്താണോ CSKക്ക് സംഭവിച്ചതുപോലെ ഈ പ്രാവശ്യവും സ്പിന്ന് സ്ട്രഗിൾ ചെയ്യുന്നു. പ്രശാന്ത് വീർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്യാപ്റ്റൻ നോക്കുവാണെങ്കിൽ വിശ്വാസമില്ല പ്രശാന്ത് വീറിനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കാം. പിന്നെ എന്തിനാണ് നിങ്ങൾ ടീമിൽ ഇട്ടേക്കുന്നത്? ബാറ്റിങ്ങിന് വേണ്ടി മാത്രമാണോ പ്രശാന്ത് വീറിനെ നിങ്ങൾ ടീമിൽ ഇട്ടത്? ഖലീൽ അഹമ്മദ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ 3 ഓവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു. പക്ഷേ ഒരു ഓവറിനകത്ത് നോക്കുവാണെങ്കിൽ അടി കൊണ്ട് ഖലീൽ അഹമ്മദിന്. അതുപോലെ തന്നെ അൻഷുൽ കമ്പോജ് ഇന്നും വന്നിട്ട് 52 റൺസ് വഴങ്ങുന്നു. ഒരു വിക്കറ്റ് അവിടെ എടുത്തു. അൻഷുൽ കമ്പോജ് 52 റൺസാണ് വഴങ്ങുന്നത്. നോക്കുവാണെങ്കിൽ ഓവറോൾ ഈ ഒരു ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് ഇവർക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. പിന്നെ RCB ടീമിലോട്ട് വരുവാണെങ്കിൽ ചാമ്പ്യൻ ടീമിന്റെ ചാമ്പ്യൻ പ്രകടനം ഇന്നും ആവർത്തിക്കുന്നു. ടിം ഡേവിഡ് പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചുപോയി. ആ പൊള്ളാഡിന്റെ കാലത്ത്, റസലിന്റെ കാലത്തേക്ക്, AB ഡിവിലിയേഴ്സിന്റെ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന ഒരു ബാറ്റിംഗ് പ്രകടനം. ഒന്ന് സ്ട്രഗിൾ ചെയ്തു, പിന്നെ അങ്ങോട്ട് ഗിയർ മാറ്റിയിട്ട് അടിച്ച് പരത്തി എന്നുള്ളതാണ്. ഒരു ബോൾ നോക്കുവാണെങ്കിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു.
അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു. ടിം ഡേവിഡിന്റെ സെക്കൻഡ് 50 ആണ് IPL-നകത്ത്. സെക്കൻഡ് 50 എപ്പോഴും വന്നിട്ട് ഹാഫ് സെഞ്ചുറി ഒന്നും എടുക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ ഇന്ന് കിട്ടിയ അവസരത്തെ എന്നാ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് 25 ബോളിൽ നിന്ന് 70 വരെ 8 സിക്സ് അടിച്ചത്, 280 സ്ട്രൈക്ക് റേറ്റ് വന്ന് കളിക്കും. ജെയ്മി ഓട്ടനെ നോക്കുകയാണെങ്കിൽ ഓരോ ഓവറിനകത്ത് 30 റൺസ് അടിക്കുന്നു. നൂർ അഹമ്മദിനെ ബാക്ക് ടു ബാക്ക് സിക്സ് അടിക്കുന്നു. ഖലീൽ അഹമ്മദിനെ നോക്കുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നു. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ടിം ഡേവിഡ്. പിന്നെ എടുത്തു പറയേണ്ടത് രച്ചിത് പടിതാറാണ്. ടിം ഡേവിഡ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ മാക്സിമം സ്ട്രൈക്ക് നോക്കുകയാണെങ്കിൽ ടിം ഡേവിഡിന് കൊടുക്കുന്നു. രച്ചിത് പടിതാർ എന്ന് പറയുന്ന അവരുടെ ക്യാപ്റ്റൻ. ഇങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ പെർഫോമൻസ് ചെയ്യേണ്ടത്. ടീമിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. രച്ചിത് പടിതാറിന് അവിടെ ഒരു 50 എടുക്കാമായിരുന്നു. നല്ല ടച്ചിൽ തന്നെ ആയിരുന്നു. പക്ഷേ ടിം ഡേവിഡ് തന്നെക്കാട്ട് അല്പം ബെറ്റർ ആയിട്ട് കളിക്കുന്നത് കണ്ടപ്പോഴത്തേന് സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്യുന്നു. രച്ചിത് പടിതാർ നോക്കുകയാണെങ്കിൽ 19 ബോളിൽ നിന്ന് 48 റൺസ് എടുക്കുന്നു. ഒട്ടും പുറകിലല്ലായിരുന്നു. 6 സിക്സ് അടിച്ചത്. ഖലീൽ അഹമ്മദിനെ നോക്കുകയാണെങ്കിൽ പറക്കെടുത്തിട്ട് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൂർ അഹമ്മദിനെ നോക്കുകയാണെങ്കിൽ പറക്കെടുത്തിട്ട് അടിക്കുന്നുണ്ട്. സൂപ്പറായിട്ട് കളിക്കുന്നു. രച്ചിത് പടിതാർ ഒരു സമയത്ത് നമ്മൾ പറയുന്ന ഒരു ടെസ്റ്റ് പ്ലെയർ എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ നോക്കിക്കേ, ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു T20 പ്ലെയർ ആയിട്ട് രച്ചിത് പടിതാർ മാറി. സ്പിൻ ഹിറ്റിംഗ് മിഷൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം പേസ് ബോളർമാരെ മനോഹരമായിട്ട് കളിക്കുന്ന പ്ലെയർ, ഫുൾ ഷോട്ട് കളിക്കുന്ന ഒരു പ്ലെയർ, സൂപ്പർ ബാറ്റിംഗ്. അതുപോലെ തന്നെ ദേവത് പടിക്കലും രച്ചിത് പടിതാറും കൂടെ ചേർന്നുള്ള ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്. 16 ബോളിൽ നിന്ന് 50 റൺസ് പെട്ടെന്ന് കണ്ടെത്തുന്നു. അവിടെ കളി കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ CSKയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത് രച്ചിത് പടിതാറിനെയും ദേവത് പടിക്കലിൻ്റെയും ബാറ്റിംഗ്. ദേവത് പടിക്കൽ എന്ന് വന്നിട്ട് ബാക്ക് ടു ബാക്ക് 50 അടിക്കുന്നു. രണ്ടാമത്തെ 50 ബാക്ക് ടു ബാക്ക് അടിക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സ്ട്രഗിൾ ചെയ്തു. പിന്നെ നോക്കുവാണെങ്കിൽ ഗിയർ ചേഞ്ച് ചെയ്തു. എല്ലാ ഷോട്ട് സെലക്ഷനും നോക്കുവാണെങ്കിൽ ദേവത് പടിക്കലിൻ്റെ ഉണ്ട്. ദേവത് പടിക്കൽ ആ ഒരു ഫോമിലോട്ട് വരുവാണെങ്കിൽ ആ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ കണ്ടിരിക്കേണ്ടതാണ്. സ്ക്വയർ കട്ട് കളിക്കുന്ന ഒരു പ്ലെയർ, എക്സ്ട്രാ കവറിന് മേലൂടെ സിക്സ് അടിക്കുന്ന ഒരു പ്ലെയർ, സൂപ്പർ ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു ദേവത് പടിക്കൽ. RCB ടീമിലോട്ട് നോക്കുവാണെങ്കിൽ എന്തിൻ്റെ കുറവാണ്? നല്ല ബോളർമാർ. ജോഷ് ഹേസൽവുഡ് അവിടെ ഇല്ലെങ്കിൽ പവർ പ്ലേക്കകത്ത് വന്ന് വിക്കറ്റ് എടുക്കാൻ വേണ്ടി ജേക്കബ് ഡുഫി ഉണ്ട്. ഭുവനേശ്വർ കുമാർ വന്നിട്ട് 200 വിക്കറ്റ് എടുക്കുന്നു. ചഹാലിന് ശേഷം ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത പ്ലെയർ ഭുവനേശ്വർ കുമാർ വന്നിട്ട് വിക്കറ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ കുർണൽ പാണ്ഡ്യ വന്നിട്ട് ഓരോ ഓവറിനകത്ത് 2 വിക്കറ്റ് എടുക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വിക്കറ്റ് എടുക്കുന്നു. കാർത്തിക് ശർമ്മയെ പറഞ്ഞു വിടുന്നു. അതുപോലെ തന്നെ സർഫാസ് ഖാനെ പറഞ്ഞു വിടുന്നു. എന്തുകൊണ്ടും പ്ലേ ഓഫ് കളിക്കാൻ പറ്റിയ ഒരു ടീമായിട്ട് RCB മാറിയിട്ടുണ്ട്. അതുപോലത്തെ കിടുക്കൻ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. CSK സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺസേൺ ഉണ്ട്. ക്യാച്ച് കൊണ്ട് കളയുന്ന കൺസേൺ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് CSK പരിഹരിക്കാൻ പോകുന്നത്? ഇനിയുള്ള മത്സരങ്ങൾ വളരെ ക്രൂഷ്യലായിരിക്കും. ഒരു 7 മത്സരങ്ങളൊക്കെ അടുപ്പിച്ച് ജയിച്ച് പ്ലേ ഓഫിലോട്ടൊക്കെ കയറുമെന്ന് വെച്ചാൽ ഇച്ചിരി റിസ്ക് ആയിരിക്കും. മറ്റുള്ള ടീമും വന്നിരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. സോ ഇനിയുള്ള മത്സരങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ CSKയെ സംബന്ധിച്ചിടത്തോളം ഡൂ ഓർ ഡൈ മത്സരങ്ങളാണ്. ഡിവാൾ ബ്രേവിസ് മേ ബി തിരിച്ചു വരുമായിരിക്കും. ഇനിയുള്ള മത്സരം 11-ാം തീയതിയാണ്. ഡിവാൾ ബ്രേവിസ് മേ ബി തിരിച്ചു വരുമായിരിക്കും. MS ധോണി തിരിച്ചു വരുമായിരിക്കും. സോ അതൊക്കെ ഈ ടീമിന് ഒരു പോസിറ്റീവ് ആവട്ടെ. ജയിച്ച് കയറാൻ കഴിയട്ടെ. ഈ പ്രാവശ്യം 10ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് പോകാതെ കുറഞ്ഞതൊരു പ്ലേ ഓഫെങ്കിലും കളിക്കാൻ CSK കൊണ്ട് കഴിയട്ടെ.